Merchant banker or any of its employees shall not render directly or indirectly any investment advice about any security in any publicly accessible media, whether real time or non real time, unless a disclosure of his interest, including the long and short position in the said security, has been made while rendering such advice. ഈ മെർച്ചൻ്റ് ബാങ്കറോ അല്ലെങ്കിൽ മെർച്ചൻ്റ് ബാങ്കറുടെ സ്ഥാപനത്തിലുള്ള മറ്റ് എംപ്ലോയീസോ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഷെയറിനെ പറ്റിയിട്ടോ ഡിബഞ്ചറിനെ പറ്റിയിട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കൊടുക്കാൻ പാടില്ല. അതുമല്ല അതൊരു പബ്ലിക്ലി ആക്സസിബിൾ മീഡിയയിൽ റിയൽ ടൈം ആയിട്ടോ നോൺ റിയൽ ടൈം ആയിട്ടോ സാധാരണ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന എംപ്ലോയീസിനോ മെർച്ചൻ്റ് ബാങ്കർക്കോ ആ പറയുന്ന സെക്യൂരിറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ അത് അവർ ഡിസ്ക്ലോസ് ചെയ്യും വേണം. അത് അൺലെസ് എ ഡിസ്ക്ലോഷർ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ്, അവർക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ആ പറയുന്ന സെക്യൂരിറ്റിയിൽ ഉണ്ടെങ്കിൽ അത് അവർ ആ സമയത്ത് വെളിപ്പെടുത്തും വേണം. അതർവൈസ് ദേ ഷുഡ് നോട്ട് റെൻഡർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എനി ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അബൌട്ട് any security. In the event of an employee of merchant banker rendering such advice, the merchant banker shall ensure that such employee shall also disclose the interest. ഇനി ഏതെങ്കിലും ഒരു എംപ്ലോയി മെർച്ചൻ്റ് ബാങ്കറുടെ എംപ്ലോയി അങ്ങനത്തെ ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ മെർച്ചൻ്റ് ബാങ്കർ എന്ത് എൻഷുർ ചെയ്യണം? ആ എംപ്ലോയി സച്ച് എംപ്ലോയി ഷാൽ ഓൾസോ ഡിസ്ക്ലോസ് ദ ഇൻട്രസ്റ്റ്. ആ എംപ്ലോയി അയാൾക്കുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് വെളിപ്പെടുത്തണം ആ ഷെയറിലുള്ളത്. അയാൾക്ക് മാത്രമല്ല, അയാളുടെ ഡിപ്പെൻഡൻറ്റ് ഫാമിലി മെമ്പേഴ്സിനോ പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ അത് അവർ അവിടെ ഡിസ്ക്ലോസ് ചെയ്യണം. ആ കാര്യം ഉറപ്പ് വരുത്തുന്നത് മെർച്ചൻ്റ് ബാങ്കറാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെർച്ചൻ്റ് ബാങ്കർക്കോ അയാളുടെ എംപ്ലോയിക്കോ ഏതെങ്കിലും ഒരു ഷെയറിലോ ഡിബഞ്ചറിലോ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് അവരറിയുന്ന അവരുടെ ഫ്രണ്ട്സിൻ്റെയോ അവരുടെ റിലേറ്റീവ്സിൻ്റെയോ അവർക്ക് ആ കമ്പനിയിൽ എന്തെങ്കിലും ഷെയറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ കമ്പനിയുടെ ഷെയർ വിറ്റുമ്പോൾ പ്രത്യേക താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവർ അതിനെപ്പറ്റി കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ അവർ ആ കാര്യം അത് ഡിസ്ക്ലോസ് ചെയ്യണം. മെർച്ചൻ്റ് ബാങ്കർ ഷാൽ demarcate the responsibilities of various intermediaries appointed by it clearly to avoid any conflict or confusion in their job description. Demarcate എന്ന് പറഞ്ഞാൽ സെറ്റ് ബൗണ്ടറീസ്. മെർച്ചൻ്റ് ബാങ്കർ ഒരു ഇൻ്റർമീഡിയറീസിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവർക്കുള്ള എന്താ പറയുക ഒരു ബൗണ്ടറീസ്, അവർ ഏത് അതിര് വരെ പോകാൻ പറ്റുന്നുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റീസും അവരുടെ അതോറിറ്റി എന്തൊക്കെയാണെന്നത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പം എന്തിനാ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? സോ ഹി ക്യാൻ അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് കൺഫ്യൂഷൻ. ഓരോ ആൾക്കാർ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുക, അയാളുടെ ഇൻ്റർമീഡിയറീസിൻ്റെയും അയാളുടെ എംപ്ലോയീസിൻ്റെയും. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല, കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. റിഗാർഡിങ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഞാൻ എന്ത് ജോലി ചെയ്യണം, ഞാൻ അഡ്വൈസ് ആണോ ചെയ്യേണ്ടത്, വേറെ ക്ലറിക്കൽ ജോബാണ് ചെയ്യേണ്ടത്, എന്താണെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. മെർച്ചൻ്റ് ബാങ്കർ shall provide adequate freedom and powers to its compliance officer for the effective discharge of the compliance officer's duty. കംപ്ലയൻസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം ഹിസ് എൻ എംപ്ലോയി who is employed to ensure that a company does not contravene any statute which apply to its activity. കമ്പനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതൊന്നും അതിര് വിടില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ആളാണ് കംപ്ലയൻസ് ഓഫീസർ. അപ്പോൾ മെർച്ചൻ്റ് ബാങ്കർ എന്താ ചെയ്യുന്നത്? ഹി ഷുഡ് പ്രൊവൈഡ് എഡ്യൂക്കേറ്റ് ഫ്രീഡം. ഈ കംപ്ലയൻസ് ഓഫീസർക്ക് അയാൾക്ക് നല്ല ഫ്രീഡം, അയാളുടെ പവേഴ്സും കൊടുക്കണം, അയാളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാനായിട്ട്. Merchant banker shall develop its own internal code of conduct for governing its internal operation and laying down its standard of appropriate conduct for its employees and officers in carrying out their duties. മെർച്ചൻ്റ് ബാങ്കർ അയാളുടെ ഇൻറ്റേർണൽ കോഡ് ഓഫ് കണ്ടക്റ്റ്, അയാളുടെ റൂൾസ്, അയാളുടെ റെഗുലേഷൻസ് എല്ലാം കൃത്യമായി എഴുതിക്കണം. എന്തിന്? റിഗാർഡിങ് ഇൻറ്റേർണൽ ഓപ്പറേഷൻസ്, എങ്ങനെയാണ് അതിനുള്ളത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ഹി ഹാസ് ടു ലേ ഡൗൺ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് കണ്ടക്ട് ഓഫ് ഹിസ് എംപ്ലോയീസിന് കണ്ടക്ട്, പെരുമാറ്റം, ബിഹേവിയർ, എന്തൊക്കെ കാര്യം ചെയ്യാൻ പാടും, എന്തൊക്കെ റൂൾസ് ഉണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കണം. സച്ച് എ കോഡ് മേ എക്സ്റ്റെൻഡ് ടു ദ മെയിൻ്റനൻസ് ഓഫ് പ്രൊഫഷണൽ എക്സലൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അങ്ങനെ കോഡുണ്ട്, അത് പാലിക്കുമ്പോഴുള്ള ഗുണം എന്താ? പ്രൊഫഷണൽ എക്സലൻസും സ്റ്റാൻഡേർഡ്സും ഉണ്ടാവും. ഇൻറ്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഒബ്ജക്ടിവിറ്റി, അവോയ്ഡൻസ് ഓർ റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡിസ്ക്ലോഷർ ഓഫ് ഷെയർ ഹോൾഡിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയും വ്യക്തതയും വരുത്താൻ ഇത്തരം ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ്, ഇൻറ്റേർണൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടെങ്കിൽ സഹായിക്കും.
Merchant bankers shall ensure that good corporate policies and good governance are in place. അവർക്ക് കോർപ്പറേറ്റ് പോളിസി ഫോളോ ചെയ്യണം, നല്ല കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടാവണം. Merchant bankers shall ensure that any person it employs or appoint to conduct business is fit and proper, otherwise qualified to act in the capacity so employed or appointed. മെർച്ചൻ്റ് ബാങ്കർ എംപ്ലോയ് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് എങ്ങനെയുള്ളതായിരിക്കണം? അവർ ഈ ബിസിനസ് നടത്താൻ ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അവർക്ക് അഡിക്വേറ്റ് ക്വാളിഫിക്കേഷൻ വേണം. അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. എക്സ്പീരിയൻസും ഈ ഫീൽഡിൽ കാര്യങ്ങൾ ചെയ്യാൻ അറിയണ ആൾക്കാരായിരിക്കണം. മെർച്ചൻ്റ് ബാങ്കർ ഷാൽ എൻഷർ ദാറ്റ് ഇറ്റ് ഹാസ് adequate resources to supervise diligently and does supervise diligently persons employed or appointed by it in the conduct of its business in respect of dealings in securities market. അതായത് ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ adequate resources ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സൂപ്പർവൈസ് diligently വിത്ത് ഡ്യൂ കെയർ എന്നാണ് അർത്ഥം diligently പറഞ്ഞു കഴിഞ്ഞാൽ. ഈ എംപ്ലോയ് ചെയ്തിട്ടുള്ള ആൾക്കാരിനൊക്കെ വളരെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, അവരെ ബിസിനസ് നടത്തിക്കൊണ്ടുവന്ന് നോക്കുന്നുണ്ട്. ആൻഡ് ദെയർ ഡീലിങ്സ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇതെല്ലാം എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം മെർച്ചൻ്റ് ബാങ്കർ. ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്ട് or omissions of its employees and agent in respect of conduct of business. Omissions പറഞ്ഞാൽ failure to do. ഈ എംപ്ലോയീസിൻ്റെ അവരുടെ പ്രവൃത്തികൾക്കും ചെയ്യാണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും അല്ല ഒമിഷൻസിനും എംപ്ലോയീസിൻ്റെ എല്ലാത്തിനും ഉത്തരവാദി merchant banker. He shall ensure that the senior manager, particularly decision makers, have access to all relevant information about the business on timely basis. അല്ല സീനിയർ മാനേജർക്കും മറ്റുള്ള എംപ്ലോയീസിനും പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് എല്ലാ ഇൻഫോർമേഷനും ഉണ്ട്. അന്നത്തെ റെഗുലേഷൻസും പോളിസീസും എല്ലാ മാറ്റങ്ങളും അത് പൊളിറ്റിക്കലായാലും ഇക്കണോമിക്കലായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ബാങ്കിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്ന പോളിസി ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നവർക്ക്. ഈ മെർച്ചൻ്റ് ബാങ്കർ shall not be a party to or instrument for creation of false market. ഒരിക്കലും ഒരു മെർച്ചൻ്റ് ബാങ്കർ ഒരു ഫാൾസ് മാർക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. പ്രൈസ് റിഗ്ഗിങ് ഓർ മാനിപ്പുലേഷൻ, പ്രൈസ് സ്റ്റോക്കിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് കൂട്ടാൻ ശ്രമിക്കുക, അത് കൂട്ടി വിൽക്കുക, കൂടുന്ന സമയത്ത് കുറേ ആൾക്കാർ അത് വിൽക്കും, അപ്പോൾ അത് മേടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവരെ ഇൻവോൾവ് ചെയ്യരുത്. Passing of unpublished price sensitive information in respect of securities which are listed and proposed to be listed in any stock exchange to any person or intermediary in the securities market. Unpublished price sensitive information ഒന്നും ലിസ്റ്റ് ചെയ്തതോ ലിസ്റ്റ് ചെയ്യാൻ പോണതോ ആയിക്കോട്ടെ അതൊന്നും ആർക്കും പാസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസിനോ ഒന്നും പാസ് ചെയ്യരുത്. അതായത് മാർക്കറ്റ് ഫേക്ക് ന്യൂസ് മാർക്കറ്റിനെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യങ്ങളോ പറയുക, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് കൂട്ടാനോ അനധികൃതമായി കുറയ്ക്കാനോ നോക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് സർവീസസ് ഓഫ് മെർച്ചൻ്റ് ബാങ്ക്സ്. നമുക്കറിയാം മെർച്ചൻ്റ് ബാങ്കർ ദേ ഹെൽപ്പ് ബോത്ത് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ കമ്പനീസിന് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടുന്ന അഡ്വൈസ്, അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് ഏത് സെക്യൂരിറ്റീസിലും ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്കും നല്ല അഡ്വൈസ് മെർച്ചൻ്റ് ബാങ്കർ കൊടുക്കും. മൊത്തത്തിൽ മെർച്ചൻ്റ് ബാങ്കർ ചെയ്യുന്ന സർവീസസ് ആണ് ഈ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. കോർപ്പറേറ്റ് കൗൺസിലിംഗ്, പ്രോജക്റ്റ് കൗൺസിലിംഗ്, ക്രെഡിറ്റ് സിൻഡിക്കേഷൻ, ഇഷ്യൂ മാനേജ്മെൻറ്റ്, അണ്ടർ റൈറ്റിംഗ് ബാങ്കേഴ്സ്, they act as bankers, portfolio management, leasing, non-resident investment counseling, venture capital financing, acceptance credit and bills discounting, advice on mergers and amalgamation, and takeovers also, arrange offshore finance, fixed deposit broking.